അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, തൗഹീദാണ് പ്രധാനം, സുന്നത്താണ് നിദാനമെന്ന മഹത്തായ ഒരു പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരള ജമിയത്തുൽ ഉലമയുടെ 100-ാം വാർഷികം ആഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്തമായ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ നവംബർ 10 പുളിക്കലിൽ വെച്ച് പ്രമേയത്തിൻ്റെ 2-ാം ഭാഗം സൂചിപ്പിക്കുന്ന അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ആ രംഗത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഹദീസ് നിഷേധ പ്രവണതകളടക്കം വിശദീകരിച്ചുകൊണ്ട് ഒരു ഹദീസ് സമ്മേളനം നടക്കുകയുണ്ടായി. ഇവിടെ ഈ പ്രമേയത്തിൻ്റെ ആദ്യ ഭാഗം വിശദീകരിക്കുന്ന ബയാനു തൗഹീദാണ് നടക്കാൻ പോകുന്നത്. നേരത്തെ നടന്ന സംസാരങ്ങളിലൂടെ നാം മനസ്സിലാക്കിയതുപോലെ ഒരു നൂറ്റാണ്ട് കാലമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘടിതമായ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഫലമായാണ് ഇന്ന് കേരളത്തിൽ നാം കാണുന്ന തൗഹീദിൻ്റെ ഈ വെളിച്ചം നിലനിൽക്കുന്നത്. അത് കേവലം വിശ്വാസപരം ആയ അല്ലെങ്കിൽ ആത്മീയമായ മേഖലയെ മാത്രം പരാമർശിക്കുന്നതായിരുന്നില്ല. മറിച്ച് വിശുദ്ധ ഖുർആനിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഈ സമൂഹത്തെ പരലോകത്തിനു വേണ്ടി ശുദ്ധീകരിക്കുന്നതോടൊപ്പം തന്നെ ഭൗതിക മേഖലകളിൽ ആത്മാഭിമാനത്തോടെ അന്തസ്സോടെ ആരുടെയും മുമ്പിൽ തലയുയർത്തി നിൽക്കാൻ കഴിയുന്ന ഒരു ഉമ്മത്തായി മാറ്റിയെടുക്കാനും നമ്മുടെ നേതാക്കൾ പരിശ്രമിച്ചു. ആ 2 പരിശ്രമങ്ങളുടെയും പരിണിതിയാണ് ഇന്ന് കേരളത്തിൽ നാം കാണുന്നത്. നമുക്കറിയാം, ഇന്ത്യ രാജ്യത്തെ അറിയപ്പെടുന്ന ഒരു 100 കൊല്ലത്തിനിടയിൽ ജീവിച്ച് മരിച്ചുപോയ അറിയപ്പെടുന്ന 10 പണ്ഡിതന്മാരുടെ പേര് പറയാൻ ആരെങ്കിലും ഏൽപ്പിച്ചാൽ ഒരുപക്ഷെ കേരളത്തിൽ നിന്നുള്ള ആരും അതിൽ ഉൾപ്പെട്ടുകൊള്ളണം എന്നില്ല. ലോകം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അതിപ്രഗത്ഭരായ ഒട്ടേറെ പണ്ഡിതന്മാർ ഉത്തരേന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളിൽ ജീവിച്ചിട്ടുണ്ട്. എന്നാൽ ആ പ്രദേശങ്ങളിലെ
ഒരുപക്ഷെ ലോകമറിയപ്പെടുന്ന മത പഠന സ്ഥാപനങ്ങൾ നിലനിൽക്കുന്ന അത്തരം ഗ്രാമങ്ങളിലെ മുസ്ലിം സമൂഹത്തെ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ പതിതരിൽ പതിതരായി ആ സമൂഹത്തിലെ ഏറ്റവും താഴ്ന്നവരായി അവർ ജീവിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ ഈ ആമുഖം പറയാനൊരു കാരണമുണ്ട്. പലപ്പോഴും നമ്മുടെ സമൂഹത്തിലെ പുതിയ തലമുറയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചിന്ത, എന്തിനാണ് മുസ്ലിങ്ങൾ ഇങ്ങനെ സംഘടനകളായി പ്രവർത്തിക്കുന്നത്? എന്തിനാണ് KNM, എന്തിനാണ് ISM, എന്തിനാണ് MSMന്റെ ഭാഗമായി നമ്മൾ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുകയും ഇതിൽ നിന്നൊക്കെ മാറി നിന്ന് പൊതുവിൽ ഒരു മുസ്ലിമായി ജീവിച്ചാൽ മതി എന്ന നിലയിലേക്ക് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകളെ നമുക്ക് കാണാൻ കഴിയും. പൊതുസമൂഹത്തിന്റെ അംഗീകാരം കിട്ടുവാൻ വേണ്ടി, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് സംഘടനകളെ സൂക്ഷ്മദർശിനി വെച്ച് നിരീക്ഷിക്കുകയും ആ സംഘടനകളുടെ അരികിൽ നിന്ന് സംഘടനാ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകളെ പർവ്വതീകരിച്ച് ചിത്രീകരിക്കുകയും ഇതാണ് ഈ സംഘടന എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുകയും ചെയ്യുന്നവരെയും നമുക്ക് കാണാൻ കഴിയും. കേരള മുസ്ലിം സമൂഹം എത്തി നിൽക്കുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് വേണമെങ്കിൽ സംഘടന വേണ്ട എന്ന് പറയാൻ സാധിക്കും. എന്തിനാണ് ഇവിടെ ഒരു സംഘടന എന്ന് ചോദിക്കാൻ നമുക്ക് കഴിയും. കാരണം കേരള മുസ്ലിം സമൂഹത്തിന് ഭൗതികമായി മുന്നേറുവാനുള്ള എല്ലാ തരത്തിലുള്ള അടിത്തറയും ഇവിടെ പാകപ്പെട്ടിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എമ്പാടും ഇവിടെയുണ്ട്. മഹല്ല് കമ്മിറ്റികൾ പോലും മെഡിക്കൽ കോളേജുകളും എഞ്ചിനീയറിംഗ് കോളേജുകളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. രാഷ്ട്രീയ രംഗത്ത് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കുവാനും അവരുടെ അസ്തിത്വം ഇവിടുത്തെ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുവാനും സാധിച്ചിട്ടുണ്ട്. സാമ്പത്തിക മേഖലയിൽ തരക്കേടില്ലാതെ മുന്നേറുവാൻ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് സാധിക്കുന്നുണ്ട്. ഈ ചിത്രങ്ങളൊക്കെ കൂടി കാണുകയും വായിക്കുകയും ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ ചോദ്യം, എന്തിനാണ് സംഘടനകൾ എന്ന ചോദ്യം ഉയർന്നു വരാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ മുസ്ലിം സമൂഹത്തെക്കാൾ എല്ലാം കൊണ്ടും പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുമായിരുന്ന ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾ, വൈജ്ഞാനിക പാരമ്പര്യം അവർക്കുണ്ട്, ആത്മീയ പാരമ്പര്യം അവർക്കുണ്ട്. മുഗളന്മാരുടെയും നൈസാമുമാരുടെയും ഷാമാരുടെയും ഗോറിമാരുടെയും പാരമ്പര്യം അവർക്ക് അവകാശപ്പെടാനുണ്ട്. കുത്തബ് മിനാറിന്റെയും ചെങ്കോട്ടയുടെയും ഫത്തേപൂർ സിക്രിയുടെയും താജ്മഹലിന്റെയും പാരമ്പര്യം അവർക്ക് അവകാശപ്പെടാനുണ്ട്. ഇതൊക്കെ അവകാശപ്പെടാനുണ്ടായിരുന്ന മുസ്ലിം സമൂഹം എന്തുകൊണ്ടാണ് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനേക്കാൾ കാതങ്ങൾ പുറകിലേക്ക് തള്ളപ്പെട്ടത് എന്ന് ചോദിച്ചാൽ അതിന് പറയാൻ കഴിയുന്ന ഒരേ ഒരു ഉത്തരം, ഈ നവോത്ഥാന പ്രസ്ഥാനം അവിടെ ഇല്ലാതായിപ്പോയി എന്നതാണ്. ഈ ആദർശം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു നവോത്ഥാന സംരംഭം സംഘടിത രൂപത്തിൽ അവിടെ നടക്കാതെ പോയി എന്നതാണ് ആ പിന്നാക്കാവസ്ഥയുടെ കാരണം. ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ മുന്നേറിയിട്ടുണ്ട്. ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം, ഇനി എന്തിന് സംഘടനയെന്ന്. പക്ഷെ തിരിച്ചറിയേണ്ട ഒരു കാര്യം, കാലവും ലോകവും മുന്നോട്ടേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുനിമിഷം ഓരോ നിമിഷവും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ലോകം.
ഈ മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തോടൊപ്പം സഞ്ചരിക്കുവാൻ, മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാലത്തോടൊപ്പം ഒട്ടും അമാന്തിക്കാതെ മുന്നോട്ടേക്ക് കുതിച്ചോടുവാൻ നമ്മുടെ തലമുറകൾക്ക് ഇനിയും സാധിക്കണമെങ്കിൽ, നമ്മുടെ ഭാവി തലമുറക്ക് കഴിയണമെങ്കിൽ ഈ സംഘടനയും സംഘടിത പ്രവർത്തനവും ഉണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ പൂർവികന്മാർ ഊണും ഉറക്കുമൊഴിഞ്ഞ് ത്യാഗങ്ങൾ സഹിച്ച് ആക്ഷേപങ്ങളുടെയും ബഹിഷ്കരണങ്ങളുടെയും ഭീഷണികളുടെയും വെല്ലുവിളികൾ നേരിട്ട് സംഘടിതമായി നിലകൊള്ളുകയും മുന്നേറുകയും ചെയ്തതിന്റെ ഫലമാണ് ഇന്ന് നമ്മുടെ സമൂഹം അനുഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എ പി അബ്ദുൽ ഖാദർ മൗലവി റഹിമഹുല്ലയെ അറിയാത്ത ആളുകൾ എന്റെ മുമ്പിലില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അദ്ദേഹം പറയാറുള്ള ഒരു അനുഭവമുണ്ട്. അദ്ദേഹം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച പണ്ഡിതനല്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അനുഭവം അദ്ദേഹം പറഞ്ഞത് പൊന്നാനിയിൽ ഒരു വാദപ്രതിവാദത്തിന് അദ്ദേഹം പോയി എന്നാണ്. പൊന്നാനിയിൽ അന്നത്തെ മുസ്ലിയാക്കന്മാരുമായി വാദപ്രതിവാദം നടത്താൻ പോകുന്നു എ പി അബ്ദുൽ ഖാദർ മൗലവി. വിഷയം എന്താണെന്നറിയുമോ? മരിച്ചുപോയ മഹാന്മാരോട് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല. മരിച്ചുപോയ മഹാന്മാരെന്ന് പറയപ്പെടുന്നവരുടെ ഖബറുകൾക്ക് മുകളിൽ കെട്ടിപ്പൊക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നതല്ല. തറാവീഹിന്റെ റക്കയത്തിന്റെ എണ്ണമോ ഖുതുബയുടെ ഭാഷയോ അല്ല. മറിച്ച് അവിടെ ചർച്ച ചെയ്യപ്പെട്ട വിഷയം പെൺകുട്ടികൾ കയ്യെഴുത്ത് പഠിക്കൽ ദീനിൽ അനുവദിക്കപ്പെട്ടതാണോ അല്ലേ എന്നതായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചരിത്രമല്ല ഈ പറയുന്നത്. നമ്മളുടെയൊക്കെ കൺമുമ്പിലൂടെ തൗഹീദിന്റെ മാർഗത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചു നൽകിയ പാണ്ഡിത്യവും നാവും ഉപയോഗിച്ചുകൊണ്ട് എ പി നടത്തിയ പ്രസംഗങ്ങൾ കേൾക്കാത്ത തലമുതിർന്ന ആളുകൾ എന്റെ മുമ്പിലില്ല. ആ എ പി അബ്ദുൽ ഖാദർ മൗലവി വാദപ്രതിവാദം നടത്തിയ ചരിത്രമാണ് ഈ പറഞ്ഞത്. അങ്ങനെയാണ് ഈ സമുദായം മുന്നോട്ടേക്ക് വന്നത് എന്നർത്ഥം. അങ്ങനെയാണ് ഈ സമുദായം മുന്നോട്ടേക്ക് പോയത്. എന്തുകൊണ്ട്? ഇസ്ലാഹി പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് നിൽക്കണം എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണത്. ഈ സമൂഹത്തിന് വെളിച്ചം നൽകി, ആ വെളിച്ചം നൽകേണ്ട കൈകൾ തലമുറ തലമുറയായി കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട്, പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്, പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ ഒന്നുപോലും പുറകിലേക്കൊരിഞ്ച് മാറാതെ സത്യത്തിന്റെ സന്ദേശവുമായി മുന്നോട്ടേക്ക് കുതിക്കുകയായിരുന്നു കേരളത്തിലെ നമ്മുടെ പണ്ഡിതന്മാർ. നോക്കൂ, മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്ത് മുത്തന്നൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. കേരളത്തിന്റെ മതചരിത്രത്തിൽ മുത്തന്നൂർ എന്ന പേര് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടെ ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട കേസുണ്ടായി. കേസുണ്ടാവാനുള്ള കാരണം ഒരു പാവപ്പെട്ട മനുഷ്യന്റെ, അദ്ദേഹത്തിന്റെ പേരക്കുട്ടി കഴിഞ്ഞ ദിവസമാണ് മരണപ്പെട്ടത്. മരണപ്പെട്ടു പോയ ഈ തൗഹീദിന്റെ മാർഗത്തിൽ മുന്നിൽ നടന്ന നേതാക്കന്മാർക്കും പ്രവർത്തകന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ. ആ കേസുണ്ടായത്, ഒരു മനുഷ്യൻ മരണപ്പെടുന്നു, അയാളുടെ മയ്യത്ത് മറവ് ചെയ്യാൻ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുവരുന്നു. പള്ളിക്കമ്മിറ്റിയും അവിടുത്തെ മുത്തവല്ലിയും പ്രമാണിമാരും തീരുമാനിക്കുന്നു അയാളുടെ മയ്യത്ത് പള്ളിപ്പറമ്പിൽ മറവ് ചെയ്യാൻ പാടില്ല. അനുവാദം നൽകിയില്ല. ബന്ധുക്കൾ മയ്യത്ത് പള്ളിപ്പറമ്പിൽ വെച്ച് തിരിച്ചു പോകുന്നു. ഈ പ്രമാണിമാരും അവരുടെ ഗുണ്ടകളും മയ്യത്തെടുത്ത് വീട്ടുമുറ്റത്ത് കൊണ്ടുപോയി വെക്കുന്നു. വീണ്ടും ബന്ധുക്കൾ മയ്യത്തുമായി പള്ളിപ്പറമ്പിലേക്ക്, ഗുണ്ടകളും പ്രമാണിമാരും മയ്യത്തുമായി വീട്ടിലേക്ക്. അവസാനം പോലീസ് ഇടപെടുന്നു, കോടതി ഇടപെടുന്നു. മയ്യത്ത് പള്ളിപ്പറമ്പിൽ മറവ് ചെയ്യാൻ കോടതി നിർദ്ദേശിക്കുന്നു. എന്തിനാണ് ഈ പാവപ്പെട്ട മുല്ലയുടെ മയ്യത്ത് പള്ളിപ്പറമ്പിൽ മറവ് ചെയ്യാൻ പാടില്ല എന്ന് അവിടുത്തെ പൗരോഹിത്യവും അവിടുത്തെ പ്രമാണിമാരും തിട്ടൂരം നൽകിയത് എന്ന് ചോദിച്ചാൽ, ആ മനുഷ്യൻ ആ ഗ്രാമത്തിലെ ഏതെങ്കിലും വീട്ടിലേക്ക് കടന്നു ചെന്ന് ആ വീട്ടിലെ ഏതെങ്കിലും സ്ത്രീയോട് അപമര്യാദയായി പെരുമാറി എന്ന പരാതി അവർക്കാർക്കും പറയാനുണ്ടായിരുന്നില്ല.
ആ മനുഷ്യൻ അയാളെ വിശ്വസിച്ചേൽപ്പിച്ച സമ്പത്തിൽ കൃത്രിമം നടത്തിയെന്നും വഞ്ചന നടത്തിയെന്നും ആ നാട്ടിലെ ഒരാൾക്കും അയാളെ കുറിച്ച് പരാതി പറയാനുണ്ടായിരുന്നില്ല. നാട്ടിലെ ചെറുപ്പക്കാരെ തിന്മയുടെയും ജീർണതയുടെയും ലഹരിയുടെയും മാർഗത്തിലേക്ക് ആ മനുഷ്യൻ ക്ഷണിച്ചു കൊണ്ടുപോകുന്നു എന്ന ഒരു പരാതി ആ നാട്ടിൽ ഒരാൾക്കും പറയാനുണ്ടായിരുന്നില്ല. പക്ഷേ അവർക്ക് പറയാനുണ്ടായിരുന്ന പരാതി, അയാൾ ഖുർആൻ ക്ലാസ് സംഘടിപ്പിക്കുന്നു, അതിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നു, അതിനുവേണ്ടി ക്ഷണിക്കുന്നു, അതിനുവേണ്ടി വേദിയൊരുക്കുന്നു എന്നതായിരുന്നു. അതിന്റെ പേരിലാണ് ആ മനുഷ്യന്റെ മയ്യത്ത് പള്ളിപ്പറമ്പിൽ മറവ് ചെയ്യാൻ പാടില്ല എന്ന തീരുമാനമുണ്ടാകുന്നത്. വെല്ലുവിളികളായിരുന്നു, പൂവിരിച്ച പാതകളായിരുന്നില്ല നമ്മുടെ പണ്ഡിതന്മാർക്കുണ്ടായിരുന്നത്. ഇനി അങ്ങോട്ടുള്ള പാതകളും അങ്ങനെ തന്നെയാണ്. കാരണം നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ശിർക്കിന്റെ ആളുകൾ എല്ലാ തരത്തിലും ശക്തി സംഭരിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാ തരത്തിലും ഈ സമൂഹത്തിൽ ശിർക്ക് പ്രചരിപ്പിക്കുവാൻ സംവിധാനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആളും അർത്ഥവും സംഘടിപ്പിച്ച് ശിർക്കിന്റെ പുതിയ പുതിയ കേന്ദ്രങ്ങൾ പടുത്തുയർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് നമുക്ക് മൗനികളായി നിൽക്കുവാൻ കഴിയുക? എങ്ങനെയാണ് നമുക്ക് സംഘടന വേണ്ട എന്ന് പറയാൻ കഴിയുക? എങ്ങനെയാണ് ഞാൻ ഈ തൗഹീദി പ്രബോധനത്തിന്റെ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുക? ഇതിന്റെ ഭാഗമായി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു ദിവസമെങ്കിലും സ്വസ്ഥമായി നമുക്കുറങ്ങാൻ കഴിയുക? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് പറയാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും സന്ദേശം ദുർവ്യാഖ്യാനങ്ങളും ദുർന്യായങ്ങളും ബുദ്ധിക്കനുസരിച്ച വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും ഇല്ലാതെ എങ്ങനെയാണോ പൂർവികരായ പണ്ഡിതന്മാർ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട് എന്റെ തലമുറയാണ്, പിന്നെ അതിനടുത്ത തലമുറയാണ്, പിന്നെ അതിനടുത്ത തലമുറയാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഈ ഉത്തമ തലമുറയനുസരിച്ച് മനസ്സിലാക്കുന്ന ഒരു സമൂഹത്തിലേക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കാതെ എങ്ങനെയാണ് നമുക്ക് വിശ്രമിക്കുവാൻ സാധിക്കുക? ഏറ്റവും പ്രധാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ്. ഇൻഷാ അല്ലാഹ് വിശദമായ കാര്യങ്ങൾ മഗ്രിബിന് ശേഷം ഇവിടെ ചർച്ച ചെയ്യപ്പെടും. എന്തുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം, അതിന്റെ അന്തസത്ത മുജാഹിദ് പ്രസ്ഥാനമല്ലാതെ വേറെ ആരാണ് ഇവിടെ ഉയർത്തിപ്പിടിക്കുന്നത് എന്ന് ആലോചിച്ചു നോക്കുക. വേറെ ആർക്ക് പറയാൻ കഴിയും? വേറെ ആർക്ക് പറയാൻ കഴിയും ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആളുകളാണ് എന്ന്? വളരെ സങ്കടത്തോടുകൂടി ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചതല്ലെങ്കിൽ പോലും പറയാതിരിക്കാൻ കഴിയാത്ത തരത്തിൽ ഈ പ്രഭാഷണത്തിലേക്ക്, ഈ പ്രോഗ്രാമിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് വന്ന ചില മെസ്സേജുകൾ, ആ മെസ്സേജുകൾ പറയേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ചില കുറിപ്പുകളാണത്. നോക്കൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ മഹത്തായ ആദർശത്തിന്റെ പ്രബോധന മാർഗത്തിൽ ഒന്നിച്ചു നിന്ന ഒരു വിഭാഗം ആളുകളെ ഭിന്നിപ്പിച്ചു കൊണ്ടുപോയി പുതിയ സംഘടന രൂപീകരിച്ചവർ, ആ സംഘടനയുടെ ആശയമായ ആദർശമായി ജിന്നിനോടുള്ള സഹായാർത്ഥന ശിർക്കല്ല എന്ന പുതിയ വാദവുമായി രംഗത്ത് വന്നവർ, അവർ ഈ സമൂഹത്തെ എവിടെ കൊണ്ടുപോയി എത്തിച്ചിരിക്കുന്നു എന്നതിന്റെ നേർചിത്രമാണ് ആ കുറിപ്പുകൾ വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയുക. ഈ വിഷയത്തിന്റെ തുടക്കത്തിൽ ജാമിഅ നദിവിയയിൽ വെച്ച് നടന്ന ഒരു യോഗത്തിൽ ഞാൻ പറയുകയുണ്ടായി, ഈ കുറിപ്പ് ആദ്യം എഴുതിയ മനുഷ്യൻ, ഈ കുറിപ്പ് ആദ്യമായി എഴുതിയ മനുഷ്യൻ, അഥവാ രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നടക്കുന്ന ഒരാൾ ഒരു ശബ്ദം കേൾക്കുകയും ആ ശബ്ദത്തിന്റെ ഉടമ ജിന്നാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ജിന്നിനോട് ജിന്നെ എനിക്ക് വെളിച്ചം തരണേ എന്ന് പറയുകയും ചെയ്തയാൾ യഥാർത്ഥത്തിൽ ശിർക്കിന്റെ വഴി തുറക്കുകയാണ് കേരളത്തിൽ ചെയ്തത്.
ജസീറത്തുൽ അറബിലേക്ക് വിഗ്രഹവുമായി കടന്നു വന്ന അംർ ഇബ്നു ലുഹൈന്റെ പണിയാണ് ഈ എടുത്തു വെച്ചത് എന്നന്ന് ഞാൻ പറയുകയുണ്ടായി. ഇപ്പോഴും ചില പൈങ്കിളി പ്രാസംഗികർ ആ പ്രസംഗത്തിന്റെ ഭാഗമെടുത്ത് കേൾപ്പിച്ചുകൊണ്ട് എന്താണ് ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത്, എന്തൊരബദ്ധമാണ് ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത്, എന്തൊരാക്ഷേപമാണ് ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ ചോദ്യം പുലരുന്ന തരത്തിലാണ് ഇന്ന് പല കുറിപ്പുകളും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മോട് സംസാരിക്കുന്ന ഉനൈസ് പാപ്പിനിശ്ശേരി അദ്ദേഹം ഒരു ചോദ്യം സോഷ്യൽ മീഡിയയിൽ ഇട്ടു. അദ്ദേഹത്തിന്റെ ചോദ്യം, ഒരാൾ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീഴുന്നു. കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീഴുന്ന ഒരു മനുഷ്യൻ, അവിടെ തന്നോടൊപ്പം ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അവരാരെങ്കിലും രക്ഷിക്കട്ടെ എന്ന് വിചാരിച്ച് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ, അതേപോലെ തന്നെ അവിടെ ഒരു ജിന്നുണ്ട് എന്ന് വിചാരിച്ച് ജിന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ രണ്ടും ഒരുപോലെയാണോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. അദ്ദേഹം പറഞ്ഞു, ഇതിൽ രണ്ടാമത്തേത് ശിർക്കാണ് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം എന്ന് പറഞ്ഞപ്പോ ആ ചോദ്യത്തെ വിശദീകരിച്ചുകൊണ്ട്, ആ ചോദ്യത്തെ പരിഹസിച്ചുകൊണ്ട്, ആ ചോദ്യം വഴി കേന്ദ്രം എത്തിച്ചേർന്നത് വലിയൊരു അപകടത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജിന്നുവാദം തലക്ക് പിടിച്ച നേതാക്കളും അനുയായികളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുറിപ്പിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. എന്താ തുടങ്ങുന്നത്? താഴേക്ക് വീഴുന്ന മനുഷ്യൻ റബ്ബിനോട് സഹായം തേടുന്ന അതേ വിശ്വാസത്തിലും അതേ മനോഗതിയിലുമാണ് പ്രസ്തുത ഉദാഹരണത്തിലെ രണ്ട് സൃഷ്ടികളോടും സഹായം തേടിയതെങ്കിൽ അത് രണ്ടും റബ്ബിൽ പങ്കുചേർക്കൽ തന്നെയാണ്. അങ്ങനെ വീഴുന്ന ഒരു മനുഷ്യൻ അള്ളാഹിനോട് തേടുന്നത് പോലെ അടിവരയിട്ട് മനസ്സിലാക്കണം, റബ്ബിനോട് സഹായം തേടുന്ന അതേ വിശ്വാസത്തിലും അതേ മനോഗതിയിലുമാണ് ഈ ജിന്നിനോട് തേടുന്നതെങ്കിലും ആ മനുഷ്യനോട് തേടുന്നതെങ്കിലും അത് ശിർക്കാണ്. സ്വാഭാവികമായും അങ്ങനെയാണോ? ഒരു മനുഷ്യൻ രക്ഷിക്കട്ടെ, താഴെ നിൽക്കുന്ന ആളുകൾ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കട്ടെ എന്ന് വിചാരിച്ച് വിളിക്കുന്നത് അള്ളാഹിനോട് തേടുന്ന അതേ മനോഗതിയിലാണോ? അള്ളാഹിനോട് തേടുന്ന അതേ വിശ്വാസത്തിലാണോ? അല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അത് ശിർക്കല്ല. അതേപോലെ അവിടെ ജിന്നിനെ തേടുന്ന മനുഷ്യൻ, ഇവര് വാദിച്ച് കൊണ്ടുവരുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ജിന്നിനോട് തേടുന്ന മനുഷ്യൻ അയാൾ വിളിക്കുന്നതും അള്ളാഹിനോട് തേടുന്നത് പോലെയല്ല. കാരണം അള്ളാഹിനോട് തേടുമ്പോ മനസ്സിൽ എന്തുണ്ട്? അള്ളാഹ് ഖാലിഖാണ്, അള്ളാഹ് റാസിഖാണ്, അള്ളാഹ് എല്ലാ കഴിവുകളുടെയും ഉടമസ്ഥനാണ്, എവിടുന്ന് വിളിച്ചാലും അള്ളാഹ് കേൾക്കുന്നവനാണ് എന്നൊക്കെയുള്ള വിശ്വാസമുണ്ട്. ജിന്നെ രക്ഷിക്കണേ എന്ന് പറയുമ്പോ അങ്ങനെ ലോകത്തുള്ള എല്ലാ ജിന്നും കേൾക്കും, ലോകത്തുള്ള എല്ലാ ജിന്നും അറിയും, ലോകത്തുള്ള ജിന്നിന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയും എന്നൊന്നും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് അത് ശിർക്കാവുകയില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. എന്നിട്ട് പറയുന്നു, ഇനി ഈ ഉദാഹരണത്തിൽ മനുഷ്യനോട് ചോദിച്ചത് മനുഷ്യർ തമ്മിൽ സഹായം ചോദിക്കുന്ന രീതിയിൽ ആണെങ്കിൽ, അഥവാ കേൾക്കുമെങ്കിൽ കഴിയുമെങ്കിൽ ആ ചോദ്യം ജിന്നിലേക്ക് പോയാൽ ശിർക്കാണെന്ന് വാദിക്കുന്നത് നിമിത്തം കേന്നമുകാർ പച്ച കുഫറിലാണ് എത്തിയിരിക്കുന്നത്. ആ ജിന്നിനോട് ഒരാൾ സഹായം തേടിയത് ശിർക്കാണ് എന്ന് പറഞ്ഞാൽ പച്ച ശിർക്കിലാണ് എത്തിയത് അത്രേ കേന്നം. കാരണം എന്താ? ഈ ജിന്ന് കേൾക്കുന്ന ജിന്നാണത്രേ. പിന്നെയോ ഈ വിളിക്കുന്നയാളുടെ മനസ്സിലുള്ള വിചാരം, അയാ ജിന്ന് കേൾക്കുമെങ്കിൽ അത് സഹായിക്കാൻ കഴിയുമെങ്കിൽ സഹായിക്കട്ടെ എന്നാണത്രേ. ആരാ ഇത് പറഞ്ഞത്? ആരാ ഇത് വിശദീകരിച്ചത്? ഇങ്ങനെയുള്ള ജിന്നിനോട് തേടിയാൽ ശിർക്കല്ലെന്ന് ആരാണ് ഈ സമുദായത്തെ പഠിപ്പിച്ചത്? ഞാനത് വിശദീകരിക്കാം ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം. വീണ്ടും പറയുന്നത് കാണുക, കേവലം സൃഷ്ടികളോട് മാത്രം ചോദിക്കുന്ന വിശ്വാസത്തിലും മനോഗതിയിലും ഇടപെടുന്ന രീതിയിലാണ് അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് എന്ന ഏറ്റവും അപകടകരമായ വാദമാണ് കേന്ദ്രം അതുവഴി സമൂഹത്തെ പഠിപ്പിക്കുന്നത്. നോക്കൂ, ജിന്നിനോട് തേടിയാൽ ശിർക്കാണ് എന്ന് മുജാഹിദുകൾ പറയുന്നതിലൂടെ എന്തു വന്നു? അള്ളാഹ് സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നത് ഈ ജിന്ന് സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നത് പോലെയായി.
അള്ളാഹ് സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നത് ഈ മനുഷ്യൻ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നത് പോലെയായി. അതുകൊണ്ട് പച്ച കുഫറാണ് KNM പറയുന്നത് എന്ന് തിരിച്ചങ്ങോട്ട് പറയുകയാണ്. ഇവിടെ നിന്നാണ് ഇവർക്ക് തൗഹീദ് മനസ്സിലായത്. ഈ ആളുകൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കാൻ വളരെ വിനയത്തോടുകൂടി വിസ്ഡം വിഭാഗത്തിന് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാരോട് ഞങ്ങൾ ചോദിക്കുന്നു, ആകാശത്ത് നിന്ന് വീണവരെ പോലെ, പക്ഷികൾ റാഞ്ചിക്കൊണ്ടുപോയവരെ പോലെ തൗഹീദ് എന്തെന്നറിയാതെ നട്ടം തിരിയുകയും സോഷ്യൽ മീഡിയകളിൽ പച്ച ദുർവ്യാഖ്യാനങ്ങളുമായും ശിർക്കിന്റെ ന്യായീകരണങ്ങളുമായും കുഫറിന്റെ വാദങ്ങളുമായി കടന്നു വരികയും ചെയ്യുന്ന ഈ അനുയായികളെ നിയന്ത്രിക്കാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ പോലുമില്ലേ എന്നാണ് വളരെ വിനയത്തോടു കൂടി ചോദിക്കുന്നത്. ഈ ജിന്നിനോട് ചോദിച്ചാൽ ശിർക്കാണ് എന്ന വാദം അത് പച്ച കുഫറിലേക്ക് എത്തിക്കുന്നു എന്നിതിൽ പറയുന്നു. വീണ്ടും പറയുന്നു, ഇനി ഉദാഹരണത്തിന് പകരം എന്താണ് ഇവരുടെ നിലവാരം എന്നറിയാനാണ്. ഇനി ഉദാഹരണത്തിന് പകരം അതുപോലുള്ള മറ്റൊരെണ്ണം വെക്കുക. ഉനൈസിന്റെ വീട്ടിൽ ടോയ്ലറ്റിൽ മെയിൻ്റനൻസ് പണിയായതുകൊണ്ട് അന്ന് ടോയ്ലറ്റ് ഉപയോഗിക്കുവാൻ കഴിയില്ല. രാത്രി ഉനൈസിന് നല്ല വയറുവേദന. ഉനൈസ് ഒരു ബക്കറ്റ് വെള്ളവും എടുത്ത് രാത്രി ഇരുട്ടിൽ കാര്യം സാധിക്കുവാൻ പോയിരിക്കുമ്പോൾ വെള്ളം കമിഴ്ന്നു പോയി. വേദന കാരണം ആദ്യം കാര്യം സാധിക്കുന്നു. അപ്പോൾ ഒരു ശബ്ദം കേട്ടു, ഒരു രംഗുണ്ടാക്കാൻ. എന്തിനാ ഇതൊക്കെ പറയുന്നത്? എന്തിനാ ഇതൊക്കെ വിശദീകരിക്കുന്നത്? ജിന്നിനോട് തേടിയാൽ ശിർക്കാവുകയില്ല എന്ന വാദം സമർത്ഥിക്കാൻ. പുഴയിൽ ഒഴുകിപ്പോകുന്ന ഒരു മനുഷ്യൻ അവിടെ ഒരു ജിന്നുണ്ട് എന്ന് വിചാരിച്ച് ആ ജിന്നിനെ വിളിച്ചാൽ അത് ശിർക്കല്ല എന്ന് വാദിക്കാനാണ് ഇതൊക്കെ പറയുന്നത്. എന്നിട്ട് പറയാൻ, കേട്ട ശബ്ദം മനുഷ്യൻ്റെതുപോലെ തോന്നാത്തത് കാരണം അയാളത് ജിന്നായിരിക്കുമെന്ന് വിചാരിച്ചു. എനിക്ക് വിസർജ്യം കഴുകുവാൻ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവരാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നു. ഈ വിചാരം എപ്പോഴാണ് മുജാഹിദുകൾക്ക് ഉണ്ടായത്? രാത്രിയുടെ ഇരുളിൽ നടക്കുമ്പോ ഒരു ശബ്ദം കേട്ടാൽ അത് ജിന്നിന്റെ ശബ്ദമാണ് എന്ന് ഒരു മുജാഹിദ് പ്രവർത്തകൻ വിചാരിക്കില്ല. കാരണം എന്താ? അങ്ങനെ വിചാരിക്കാനുള്ള ഒരു സാഹചര്യമില്ല. അങ്ങനെ വിചാരിക്കണമെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എൻ്റെ മുമ്പിൽ ഒരു 80 വയസ്സിന് താഴോട്ടുള്ള ആളുകളുണ്ടല്ലോ, ഒരു 75 വയസ്സ് 80 വയസ്സൊക്കെ ഉള്ള ആളുകളെ ഞാനിങ്ങനെ നോക്കുമ്പോൾ കാണുന്നുണ്ട്. ജീവിതത്തിൽ നിങ്ങളൊരു 15 വയസ്സ് മുതൽ എടുത്തോളൂ, ഒരു 20 വയസ്സ് മുതൽ എടുത്തോളൂ, ഒരു 50 കൊല്ലത്തെ ജീവിത പാരമ്പര്യം, ജീവിത പരിചയം ഉള്ള ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടല്ലോ. നിങ്ങളെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരൊച്ച കേട്ടിട്ട് അത് ജിന്നിന്റെ ഒച്ചയാണ് എന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? ഇല്ല. അത് വിചാരിക്കാൻ തുടങ്ങിയത് ഈ ജിന്നുവാദം തലയിൽ കയറിയവരാണ്. എന്നിട്ട് പറയുന്നത് എന്താണെന്നറിയോ? KNMകാരുടെ ഭാഷയിൽ ഈ ചോദ്യം ശിർക്കാണ്, കാരണം അള്ളാഹുവിനോടെ ചോദിക്കാൻ പാടുള്ളൂ എന്നാണ് ഉനൈസ് ഉൾപ്പെടെയുള്ള KNMകാര് പറയുന്നത്. ഇവിടെ പ്രധാനമായും 2 അടിസ്ഥാന വിഷയങ്ങളാണുള്ളത്. ശബ്ദത്തിന്റെ ഉടമയോടാണ് ചോദിച്ചത്. അള്ളാഹു ഇങ്ങനെ ശബ്ദമുണ്ടാക്കി നടക്കുകയാണ് എന്നാണ് KNMകാരുടെ ജിന്നിനെ ഉദ്ദേശിച്ചാൽ ശിർക്കാണ് എന്നുള്ള വാദത്തിൽ അടങ്ങിയിരിക്കുന്നത്. ആണോ? നമ്മൾ ഇതുവരെ അള്ളാഹിനോട് ചോദിച്ചതൊക്കെ അള്ളാഹിന്റെ ശബ്ദം കേട്ടിട്ടാ? ഏതെങ്കിലും ഒരു ശബ്ദം കേട്ടിട്ട് അത് അള്ളയാന്ന് വിചാരിച്ചിട്ടാ? അങ്ങനെയാണോ ചോദിച്ചത്? അള്ളാഹിനോട് ചോദിക്കുന്നതിന് ശബ്ദം കേൾക്കണം, ജിന്നിനോട് ചോദിക്കുന്നത് ശബ്ദം കേട്ടിട്ടാണ് എന്ന് പറഞ്ഞതുപോലെ അള്ളാഹിനോട് ചോദിക്കുന്നത് ശബ്ദം കേട്ടിട്ടാണ് എന്നാരാ ഇത് പറഞ്ഞത്? രണ്ടാമത്തെ അടിസ്ഥാന പ്രശ്നം, സൃഷ്ടികളോട് വിസർജ്യം കഴുകുവാൻ വെള്ളം ചോദിക്കുന്നത് പോലെ തന്നെയാണ് റബ്ബിനോടും ചോദിക്കേണ്ടത് എന്നാണ് അത് ശിർക്കാണ് എന്ന് പറയുക വഴി സംഭവിക്കുക. രണ്ടിലൊന്നായാലും രണ്ടായാലും ആ വാദം വഴി KNMകാർ കുഫറിലായി പോയിരിക്കുന്നു എന്നാണ്. ജിന്നിനോട് സഹായം തേടൽ ശിർക്കാണ് എന്ന് പറഞ്ഞാൽ കുഫറാണത്രേ. കാരണം കഴിവിൽപ്പെട്ടതാണ് ചോദിക്കുന്നത്. ഉണ്ട് എന്നുള്ള വിചാരിക്കുന്ന ജിന്നിനോടാണ് ചോദിക്കുന്നത്. ഞാൻ 1-2 പണ്ഡിതാഭിപ്രായം ഈ പച്ചക്കുഫർ KNMന്റെ മേൽ ചുമത്തിയാൽ തീരില്ല. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയോടൊരു ചോദ്യം,
ഉറക്കിന് മുമ്പ് ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. എന്താണ്? യാ മലായികത്തുൽ ഹഫൽ ഐഖിലൂനി ഫി സഅതി കദാ ഔ ഇൻദ വഖ്തി കദാ. മലക്കുകളോട് ഞങ്ങൾ ഇത്ര മണിക്ക് എഴുന്നേൽപ്പിക്കണേ എന്ന് പറയുന്ന ഒരു രീതി. അള്ളാഹ് ഏൽപ്പിച്ച മലക്കുകളോട് ഞങ്ങളെ ഇത്ര മണിക്ക് ഉണർത്തണേ എന്ന് സുബഹിക്ക് വിളിക്കണേ എന്നൊക്കെ പറയുന്ന ഒരു രീതിയുണ്ട്. അദ്ദേഹത്തിന്റെ മറുപടി ഹാദാ ലാ യജൂസ്, ഇത് അനുവദനീയമല്ല. ജിന്നുവാദികൾ പറയും പോലെ അനുവദനീയമല്ല, ഹറാമാണ് എന്നാണോ? അല്ല, ബൽ ഹുവ മിനശ്ശിർക്കിൽ അക്ബരി. ആ ജിന്നിനോ ആ മലക്കിനോടുള്ള ചോദ്യം, വിളിക്കണേ എന്ന് പറയുന്ന ചോദ്യം, അത് വലിയ ശിർക്കിൽപ്പെട്ടതാണ്. ലിഅന്നഹു ദുആഉൻ ലിഗൈരില്ലാഹി വതലബുൻ മിനൽ ഗായിബി. അത് അല്ലാത്തവരുള്ള പ്രാർത്ഥനയാണ്, അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയാണ്. അദൃശ്യരോടുള്ള, മനുഷ്യന് കാണാൻ കഴിയാത്ത ശക്തികളോടുള്ള തേട്ടമാണ്. ഫഹുവ, ആ തേട്ടം, മലക്കിനോട് നടത്തിയ തേട്ടം, കത്വലബി മിനൽ ജിന്നി, ജിന്നിനോടുള്ള തേട്ടം പോലെയാണ്. വല്ലസ്നാമി, ബിംബത്തോടുള്ള തേട്ടം പോലെയാണ്. വല്ലംവാത്തി, മരിച്ചവരോടുള്ള തേട്ടം പോലെയാണ്. അപ്പം മരിച്ചവരോട് ഇപ്പം മടവൂരെ എന്നെ സുബഹിക്ക് വിളിക്കണേ എന്ന് പറഞ്ഞാൽ എങ്ങനെ ശിർക്കാകുമോ അതുപോലെ. ഒരു വിഗ്രഹം റൂമിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ആ വിഗ്രഹത്തോട് എന്നെ സുബഹിക്ക് വിളിക്കണേ എന്ന് പറഞ്ഞാൽ എങ്ങനെ ശിർക്കാകുമോ അതുപോലെ ജിന്നിനെ വിളിച്ചാലും ജിന്നിനോട് ഇത് പറഞ്ഞാലും ശിർക്ക്, മലക്കിനോട് ഇത് പറഞ്ഞാലും ശിർക്ക്. കാരണം വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദഉ മഅല്ലാഹി അഹദ. അതേപോലെ തന്നെ ദാലികുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക് എന്ന് തുടങ്ങിയ ആയത്തുകൾ അദ്ദേഹം അവിടെ തെളിവുദ്ധരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇത് അല്ലാഹു ഫസമ്മല്ലാഹു സുബ്ഹാനഹു ദുആ ഗൈരിഹി മിനൽ അംവാതി വൽ അസ്നാമി വൽ ജിന്നി വൽ മലായിക ശിർകം ബിഹി സുബ്ഹാന. അല്ലാത്തവരോടുള്ള പ്രാർത്ഥന ശിർക്കാണ് എന്നാണ് അല്ലാഹു പറയുന്നത്. എന്നിട്ട് വഅന്നഹു കാന റിജാലുൻ മിനൽ ഇൻസി എന്ന സൂറത്തുൽ ജിന്നിലെ 6-ാമത്തെ ആയത്ത് അദ്ദേഹം തെളിവുദ്ധരിക്കുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയുമോ? അദ്ദേഹം പറയുന്നത് വമിൻ ഹാദ ശിർക്കി, ഈ ശിർക്കിൽപ്പെട്ടതാണ് ഖൗലു ബഅലിന്നാസ്, ചില ആളുകളുടെ അഭിപ്രായം, യാ ജിന്ന ഖുദൂഹു, യാ ജിന്ന ഖുദൂഹു, ജിന്നെ അതാ ഓനെ പിടിക്ക്, സബഅ ഖുദൂഹു, ആ ജിന്നുകളുടെ സപ്തങ്ങളെ അവരെ പിടിക്കൂ, ഔ യാ ജിന്നൽ ലഹീറ ഖുദൂഹു, അല്ലെങ്കിൽ ഉച്ചയിൽ ഉണ്ടാകുന്ന ജിന്നെ അവരെ പിടിക്കൂ, ഇനി അല്ലെങ്കിൽ ആ ഗോത്രത്തിലെ ജിന്നെ പിടിക്കൂ, ആ നാട്ടിലെ ജിന്നെ പിടിക്കൂ എന്നൊക്കെ പറയുന്നത്. ഫഹാദാ കുല്ലുഹു ശിർക്കുൻ അക്ബർ. ഇതൊക്കെ ശിർക്കാണ്, ഇതൊക്കെ ശിർക്കാ. ഈ ജിന്ന് അവിടെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ടാണ്, വീട്ടിൽ ജിന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ജിന്നിനോട് എന്നെ വിളിക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കായി. ഇത്രയും കൃത്യമാണ് ചിത്രം. എന്നിട്ടായി ആളുകൾ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറഞ്ഞത് തൗഹീദ് എത്രമാത്രം പ്രധാനമാണ് എന്ന് ഈ സംസാരങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു എന്നതാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശദമായ രൂപങ്ങളിലേക്ക്, വിഷയങ്ങളിലേക്ക് നമുക്ക് മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം കടന്നു പോകാം. മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ് എല്ലാവരും വേഗം തന്നെ ഓഡിറ്റോറിയത്തിലേക്ക് തിരിച്ചു വരണം എന്നറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ പറയാൻ, കേൾക്കാൻ, ജീവിതത്തിൽ പകർത്താൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.